CPIM-ന്റെ സംസ്ഥാന സമിതി യോഗം AKG സെൻട്രലിൽ ചേരുന്നു. മന്ത്രിമാരെ സംബന്ധിച്ച് സെക്രട്ടറിയുടെ നിർദ്ദേശം സംസ്ഥാന സമിതി പരിശോധിക്കും. വൈകിട്ട് 3 മണിക്ക് CPIM MLA-മാരുടെ യോഗം പിണറായി വിജയനെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്യും. വിവരങ്ങളുമായി ഇപ്പോൾ ദിനകർ ചേരുന്നു. ദിനകർ, സംസ്ഥാന കമ്മിറ്റി യോഗം തുടങ്ങിയോ? സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശങ്ങൾ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം സംസ്ഥാന സമിതിയിലാകും ഉണ്ടാവുക. എന്തൊക്കെയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ? അജിംഷാദ്, സംസ്ഥാന കമ്മിറ്റി യോഗം അവസാനിച്ചു. കഴിഞ്ഞ ദിവസം 12 മന്ത്രിമാരെ പ്രഖ്യാപിച്ചു. 12 മന്ത്രിമാരെയും സംസ്ഥാന കമ്മിറ്റി യോഗം അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ പുറത്തു വന്നതുപോലെ തന്നെ മന്ത്രിമാരെ സംസ്ഥാന കമ്മിറ്റിയും അംഗീകാരം നൽകിയിരിക്കുന്നു. 12 പേരാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 പേരാണ് CPIൽ നിന്നും മന്ത്രിമാരാവുക. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നിലപാട് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നു. അതനുസരിച്ച് EP ജയരാജൻ, തോമസ് ഐസക്, G സുധാകരൻ, AK ബാലൻ, KK ശൈലജ, അതോടൊപ്പം തന്നെ പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കറാകും. KK ശൈലജ, മേഴ്സിക്കുട്ടിയമ്മ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, KT ജലീൽ, TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ മന്ത്രിമാരാകും. അത് സംബന്ധിച്ചുള്ള തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നു. 19 പേരായിരിക്കും മന്ത്രിസഭയിൽ അംഗങ്ങളായി ഉണ്ടാവുക. CPIയുടെ മന്ത്രിമാരെ അല്പസമയത്തിനകം ഇന്ന് തീരുമാനിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ബുധനാഴ്ചയായിരിക്കും തീരുമാനം കൈക്കൊള്ളുക. കാരണം CPIയുടെ അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ മന്ത്രിമാരുടെ വകുപ്പുകൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും CPM-ന്റെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ TM തോമസ് ഐസക് സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. മന്ത്രിമാരുടെ വകുപ്പുകൾ ഇനിയും തീരുമാനമാകേണ്ടിയിരിക്കുന്നു. അത് നാളെ തീരുമാനം വരുമ്പോൾ നിങ്ങളുടെ ഊഹങ്ങൾ എത്രമാത്രം ശരിയാണ് തെറ്റാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. പുതിയ സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാലിയായിട്ടുള്ള ഖജനാവാണ്. ഒരു 15 വർഷം മുമ്പ് കേരളം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാനമായ പ്രതിസന്ധിയാണ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കടം മേടിക്കുന്ന പണത്തിൻ്റെ ഏതാണ്ട് 60-70% തുക ദൈനംദിന ചെലവിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മൂലധന ചെലവിൽ ഗണ്യമായ ഇടിവുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പണമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ വർഷം വികസന പദ്ധതിയുടെ 59% ചിലവാക്കിയിട്ടുള്ളതെന്നാണ് ട്രഷറി എന്നുള്ള കണക്ക്. അതിന് മുമ്പത്തെ വർഷം C&AG തന്നെ പറഞ്ഞിട്ടുണ്ട് 61%. അപ്പോൾ ഇത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പരിശോധന നടത്തേണ്ടി വരും. ഇത് സംബന്ധിച്ച് സർക്കാർ ഒരു ധവളപത്രം ഇറക്കും. മാത്രമല്ല, ഈ റവന്യൂ വരുമാനത്തിന് വലിയ ഇടിവാണ് കഴിഞ്ഞ 5 വർഷം ഉണ്ടായതെന്ന് C&AG ഉൾപ്പെടെ തന്നെ പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ അവസ്ഥയ്ക്കും അതാണ് കാരണമെന്ന് പറയുന്നത്. അത് മറികടക്കാൻ പെട്ടെന്നുള്ള നടപടികളുണ്ടാകും. ഈ നികുതി ഭരണ സംവിധാനത്തിൽ വന്നിരിക്കുന്ന തകർച്ചയെ ഒരു ദിവസം കൊണ്ട് മാറ്റാനുള്ള മാജിക്കൊന്നുമില്ല. കാരണം ഒരു 5 വർഷം കൊണ്ട് വരുത്തിയ മാറ്റത്തെയാണ് അവരില്ലാതാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടാമത് ക്ലീൻ സ്ലേറ്റിൽ ആരംഭിക്കേണ്ടി വരും ചെയ്ത നടപടികളെല്ലാം. അതുപോലെ തന്നെ അന്ന് രൂപം നൽകിയ സോഫ്റ്റ്വെയർ അതുതന്നെയാണ് ഇന്നും തുടരുന്നത്. അത് ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മുട്ടൻ നടപടികൾ ആരംഭിച്ചാലും അത് ഫലവത്താവണമെങ്കിൽ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും സമയമെടുക്കും. ഏതിന്? അത് വസ്തുക്കൾക്ക് നിരക്കുന്നില്ലല്ലോ. UDF-ന്റെ ഭരണത്തിന് കീഴിലും മദ്യവരുമാനം കുറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ വിവിധ നികുതി ഇനങ്ങളെടുത്താൽ വാറ്റ് നികുതി വരുമാനത്തിൻ്റെ വർധനയേക്കാൾ കൂടുതൽ വരുമാന വർധനവ് മദ്യത്തിൽ നിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരു പുതിയ ഒരു വികസന സംസ്കാരം വേണമെന്നാണ് പൊതുവെ പറയുന്നത്. പ്രത്യേകിച്ച് ഭരണ പദ്ധതി നടക്കാതുണ്ട്. എന്താണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? യാതൊരു സംശയവും വേണ്ട. നമ്മുടെ സംസ്ഥാനത്ത് വികസനം സംബന്ധിച്ച് ഒരു പുതിയ സമന്വയം ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ സമന്വയത്തിൻ്റെ ഭാഗമായിട്ട്
ചില ചുവട് മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ ചുവട് മാറുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവരെ പരിപൂർണമായി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ മണ്ണും പ്രകൃതി വസ്തുക്കളെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ആ ചുവട് മാറ്റം നടത്താൻ പാടുള്ളൂ. ഇതെല്ലാം അടങ്ങുന്നതാണ് പുതിയ വികസന സംസ്കാരം എന്ന് പറയുന്നത്. തീർച്ചയായും തോമസ് ഐസക് ആണ് സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ കണ്ടത്, മാധ്യമങ്ങളുമായി സംസാരിച്ചത്. തീർച്ചയായും ഒരിക്കൽ കൂടി ദിനകറിലേക്ക് തന്നെ പോയാൽ, ദിനകർ, തോമസ് ഐസക്കിൻ്റെ പ്രസ്താവനകളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ, ഒപ്പം സംസ്ഥാന സമിതിയും തുടർന്ന് ഇനി LDF യോഗത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ഘടകകക്ഷികൾക്ക് എത്ര വകുപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട അന്തിമ ധാരണ LDF യോഗത്തിന് ശേഷമല്ലേ ഉണ്ടാകൂ? എങ്ങനെയാണ് അജിംഷാദ്, ഇപ്പോൾ നിയുക്ത മന്ത്രി കൂടിയായിട്ടുള്ള ഡോക്ടർ TM തോമസ് ഐസക് വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തിൻ്റെ കാലിയായിട്ടുള്ള ഖജനാവാണ് സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനം കാലിയായ ഖജനാവിലെ ആണ് സംസ്ഥാനത്ത് ഉള്ളത്. ഇത് UDF സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ UDF സർക്കാർ വരുത്തിവെച്ച ഒരു വിനയാണ്. LDF സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി കാലിയായ ഖജനാവ് തന്നെയായിരിക്കും. സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരന് ആശ്വാസം എത്തിക്കുക എന്നതാണ് LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രഥമമായ പരിഗണന എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാരെ സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു CPIM. 11 മന്ത്രിമാരാണ് CPIMന് ഉള്ളത്. വകുപ്പുകൾ സംബന്ധിച്ച് ബുധനാഴ്ച തീരുമാനം രാവിലെ കൈക്കൊള്ളും എന്നാണ് ഇപ്പോൾ നിയുക്ത മന്ത്രി കൂടിയായിട്ടുള്ള തോമസ് ഐസക് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കൈപിടിച്ചുയർത്താൻ ശക്തമായ നടപടികൾ അനിവാര്യമാണ് എന്നാണ് തോമസ് ഐസക് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയുണ്ടായി. നികുതി പിരിച്ചെടുക്കുന്നതിൽ UDF സർക്കാർ വലിയ വീഴ്ചയാണ് വരുത്തിയത്. അത് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി. അതിൽ നിന്നും കരകയറുന്നതിന് ശക്തമായ നടപടികൾ അനിവാര്യമാണ് എന്നും ഡോക്ടർ TM തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നു. അജിംഷാദ്, അതുതന്നെയാണ് ദിനകർ. അതായത് ഇനി CPIയുടെ എക്സിക്യൂട്ടീവ് എപ്പോഴാണ് ചേരുക, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എത്ര മന്ത്രിസ്ഥാനം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരുടെ മന്ത്രിമാരുടെ വകുപ്പുകൾ, ഇതൊക്കെ സംബന്ധിച്ചുള്ള ധാരണ, ഏകദേശം ഒരു അന്തിമ രൂപം എപ്പോഴേക്ക് ആവുക? അജിംഷാദ്, CPI എക്സിക്യൂട്ടീവ് യോഗം തുടരുകയാണ്. നമ്മുടെ പ്രതിനിധി ജീവൻ അവിടെ ഉണ്ട്. ജീവനുമായി ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ലഭ്യമാകും. എന്തായാലും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തുടരുന്നു. ഒരുപക്ഷെ സംസ്ഥാന കൗൺസിൽ ആരംഭിച്ചിട്ടുണ്ടാവാം. സംസ്ഥാന കൗൺസിലിൽ 4 പേർ, സംസ്ഥാന കൗൺസിലിൽ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള തീരുമാനം ഇന്ന് ഒരുപക്ഷെ അന്തിമമായ തീരുമാനം ഉണ്ടാവുമെന്നും നമുക്ക് സൂചനകളുണ്ട്. മിക്കവാറും പുതുമുഖങ്ങൾ തന്നെയാവും മന്ത്രിമാരാവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ E ചന്ദ്രശേഖരൻ, VS സുനിൽകുമാർ, K രാജു, അതോടൊപ്പം തന്നെ P തിലോത്തമൻ എന്നിവരുടെ പേരുകളാണ് പ്രാഥമികമായി പരിഗണനയിലുള്ളത്. മുതിർന്ന അംഗങ്ങളെ കൂടി അല്ലെങ്കിൽ പരിചയസമ്പന്നരെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ C ദിവാകരനും അതോടൊപ്പം മുല്ലക്കര രത്നാകരൻ കൂടി മന്ത്രിസഭയിലേക്ക് എത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ബുധനാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ അധികാരത്തിൽ എത്തുക. 4 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. 4:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാകും. തുടർന്ന് ഗവർണറുടെ വിരുന്നായിരിക്കും മന്ത്രിമാർക്ക് ഉണ്ടാവുക. അതിനുശേഷം ഏതാണ്ട് 6 മണിയോടുകൂടി മന്ത്രിമാർ സെക്രട്ടേറിയറ്റിൽ എത്തി ചുമതലകൾ ഏറ്റെടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനുശേഷം 7 മണിയോടുകൂടി അന്ന് മന്ത്രിസഭാ യോഗം ആരംഭിക്കുകയും ചെയ്യും. അജിംഷാദ്, ഇപ്പോൾ തീർച്ചയായും ദിനകറിലേക്ക് അവിടെ നിന്നും നേതാക്കന്മാർ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇപ്പോൾ TP രാമകൃഷ്ണൻ പുറത്തേക്കെത്തുന്നു, മാധ്യമങ്ങളെ കാണുന്നു. TP രാമകൃഷ്ണൻ, രണ്ടായിരത്തി ഞാൻ MLA, 2001-2006 വർഷങ്ങളിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ്. ഇടതുപക്ഷ ജനാധിപത്യ MLA ആണ്. ഓരോ സന്ദർഭത്തിലും പാർട്ടി എടുത്ത തീരുമാനത്തിനനുസരിച്ചാണ് എൻ്റെ ജോലി നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്വം നിറവേറ്റും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ച ഒരു പരിപാടിയുണ്ട്. ആ പരിപാടി തന്നെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. തെരഞ്ഞെടുപ്പ് റിസൾട്ടിലൂടെ അത് പ്രകടമായിട്ടുണ്ട്. ആ പരിപാടി അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളെല്ലാം നിർവഹിക്കുന്നത്. അത് ജനങ്ങളുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റും. ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കും.
ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ മദ്യനയമാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ച. താങ്കൾ ആ മദ്യ പ്രശ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ളൊരു നിലപാടൊന്നും ഇപ്പോൾ പറയാനൊന്നുമില്ല. അതല്ല, ഗവൺമെന്റ് വന്ന ശേഷം ആലോചിക്കേണ്ട വിഷയം. LDF ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ, ഒരിക്കൽ കൂടി ദിനകറിലേക്ക് തന്നെ പോയാൽ, ദിനകർ, അതായത് നേരത്തെ തോമസ് ഐസക്കും ഇപ്പോൾ TP രാമകൃഷ്ണനും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ LDF അവരുടെ പ്രകടന പത്രികയിൽ മുമ്പോട്ട് വെച്ച പരിപാടികൾ അടക്കമുള്ളവയെ സംബന്ധിച്ചുള്ള ധാരണകൾ നടപ്പാക്കാൻ പ്രാപ്തമായ അല്ലെങ്കിൽ വിഭജിക്കൽ അല്ലെങ്കിൽ പ്രാപ്തമായ നടപടിക്രമങ്ങൾ തന്നെയാണ് അവരുടെ സംസ്ഥാന സമിതിയിൽ പുരോഗമിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം. മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഒക്കെ ഏകദേശ ധാരണയായി സംസ്ഥാന സമിതി അതിന് അംഗീകാരം നൽകി എന്ന സൂചനയോടെ. ദിനകർ, തീർച്ചയായും ദിനകറിലേക്ക് എത്താനാകും. വകുപ്പുകൾ സംബന്ധിച്ച് CPIM മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുമുള്ള ഏകദേശ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 12 മന്ത്രിമാർ CPIM-ൽ നിന്ന് ഉണ്ടാകും. മൊത്തം 19 മന്ത്രിമാരെയാണ് LDF സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് സൂചനകളായി പുറത്തെത്തുന്നത്. തീർച്ചയായും അതിൽ 12 പേർ. ഒരുപക്ഷെ ദിനകർ, ഇരു നേതാക്കന്മാരും നേരത്തെ തോമസ് ഐസക്കും അതിനുശേഷം TP രാമകൃഷ്ണനും ഒക്കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ LDF-ന്റെ പരിപാടികൾ നടത്താൻ പ്രാപ്തമായ രീതിയിലുള്ള കൃത്യമായ ആസൂത്രണം തന്നെയാണ് വകുപ്പ് വിഭജിക്കലിലൂടെയും മന്ത്രിമാരെ നിശ്ചയിക്കലിലൂടെയും ഒക്കെ LDF-ന് സാധ്യമായി വരുന്നത്, പ്രത്യേകിച്ച് CPIM-ന് സാധ്യമായി വരുന്നത്. ഇതിൻ്റെ സൂചനകളാണ് നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാനാകുന്നത്. ദിനകർ, തീർച്ചയായും അജിംഷാദ്, സംസ്ഥാനത്തിൻ്റെ കാലിയായ ഖജനാവ് തന്നെയാണ് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള നിയുക്ത മന്ത്രി ഡോക്ടർ M തോമസ് ഐസക് വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ ധനകാര്യ സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നികുതി പിരിക്കുന്നതിൽ UDF സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ UDF സർക്കാരിൻ്റെ ധൂർത്തും സംസ്ഥാനത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നും കരകയറണമെങ്കിൽ കഠിന പ്രയത്നം തന്നെ വേണ്ടിവരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നികുതി പിരിക്കുന്നതിൽ വലിയ വീഴ്ചയാണ് UDF സർക്കാർ കഴിഞ്ഞ ധനകാര്യ വകുപ്പ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. നികുതി പിരിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ നികുതി ഘടനയിൽ തന്നെ പൊളിച്ചെഴുത്ത് നടത്തിക്കൊണ്ട് സാധാരണക്കാരന് ആശ്വാസം എത്തിക്കുന്നതിന് നികുതി പിരിവ് വർദ്ധിപ്പിക്കേണ്ടി വരും. അത്തരത്തിൽ ശക്തമായ നിലപാടുകളിലൂടെ സാധാരണക്കാരൻ്റെ സ്വപ്നം നടപ്പാക്കുന്നതിന്, സ്വപ്നം പൂവണിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മന്ത്രിമാർ ഓരോരുത്തരും വ്യക്തമാക്കിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 പേരാണ് CPM-ന് മന്ത്രിമാരായിട്ട് ഉണ്ടാവുക. ഇവരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ബുധനാഴ്ചയായിരിക്കും തീരുമാനം കൈക്കൊള്ളുക. ബുധനാഴ്ച LDF യോഗം രാവിലെ ചേർന്ന് ആ യോഗത്തിലായിരിക്കും വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളുക. കാരണം ചില വകുപ്പുകൾ നേരത്തെ ഉണ്ടായിരുന്നതിലും വച്ചുമാറുന്നതിനും അതോടൊപ്പം തന്നെ RSP ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ജനതാദൾ ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിട്ടുപോയ സാഹചര്യത്തിൽ ആ വകുപ്പുകൾ കൂടി വിഭജിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനം അന്തിമമായി കൈക്കൊള്ളുക. അജിംഷാദ്, തീർച്ചയായും ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്. CPIM-ന്റെ സംസ്ഥാന സമിതി യോഗം സെക്രട്ടേറിയറ്റ് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു മന്ത്രിമാരുടെ വിഷയത്തിൽ എന്നുള്ള വിവരങ്ങളാണ് പുറത്ത് സൂചനകളായി എത്തുന്നത്. വിവരങ്ങളാണ് ദിനകർ നൽകിയത്.